പി ഗഗാറിൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ഗഗാറിൻ, ദുരന്തമുഖത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കേന്ദ്രം കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല കേരളം പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഉണ്ടായ 2017 പ്രളയകാലത്തുണ്ടായ സംഭവങ്ങളുടെ പേരിൽ അന്ന് ചെലവഴിച്ച തുക കേന്ദ്രം ഇപ്പോൾ ചോദിക്കുന്നതിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട് എന്നാണ്. കേരളം ആവർത്തിച്ച് ചോദിച്ചിട്ടും വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സംസ്ഥാനത്തോട് കേന്ദ്രം ആ നീതി പുലർത്തിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ആ രീതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ഇപ്പോൾ കോടതിക്ക് കൂടി ബോധ്യപ്പെടുന്നു എന്നല്ലേ? ശ്രീ പി ഗഗാറിൻ, ഹലോ. താങ്കൾക്ക് കേൾക്കാമോ? അതെ അതെ കേൾക്കുന്നുണ്ട്. യെസ്, പറയൂ പറയൂ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നമുക്കറിയാം. ഈ നൂറ്റാണ്ടിലെ ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ ഇതുപോലത്തെ ഒരു ദുരന്തം, പ്രകൃതി ദുരന്തത്തിൽ ഇത്രയേറെ മനുഷ്യൻ മരിച്ച മറ്റൊരു ദുരന്തം ഇന്ത്യയിലുള്ളതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ അതിനോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം എത്രമാത്രം ജനവിരുദ്ധമാണ് എന്നുള്ളത്, അതുപോലെ തന്നെ മനുഷ്യത്വ രഹിതമായിട്ടാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പെരുമാറുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. ഒന്ന്, നമ്മൾ ചോദിച്ച പണം നൽകിയില്ല. ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവർ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ അടിയന്തര സഹായമായി മിലിറ്ററിയുടെ സേവനം ഉപയോഗിച്ചതിനടക്കം, എന്തിനേറെ പറയുന്നത് DNA മരണപ്പെട്ട മനുഷ്യനെ തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്തിയതിന് പോലും ബ്ലേഡ് പലിശക്കാരന്റെ മനോഭാവത്തോടു കൂടി അതിനുള്ള ചെലവായ തുക കൊണ്ട് കേന്ദ്രം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് അംഗീകരിക്കാനുള്ള മാനസികമായ വിഷമത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് പെരുമാറുന്നത്. കേരളത്തിലെ ഏത് വിഷയങ്ങൾ വന്നാലും കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം, കേന്ദ്ര ഗവൺമെന്റ് കേരള സംസ്ഥാനത്തുണ്ടാവുന്ന ദുരന്തങ്ങളിൽ ഇപ്പൊ 2018 ദുരന്തത്തിന് അല്പം കാശ് തന്നു. പക്ഷെ 2019 ദുരന്തത്തിന് പ്രളയത്തിന് ഒരു രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് എയർലിഫ്റ്റിങ്ങിന് 134 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം നിലപാടെടുത്തത്. നമ്മുടെ നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. DNA ടെസ്റ്റിനും പണം ചോദിച്ചിരിക്കുകയാണ്. DNA ടെസ്റ്റിന് DNA ടെസ്റ്റ് ചോദിച്ച പണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബ്ലേഡ് കമ്പനിക്കാരുടെ മനസ്സോടുകൂടിയാണ് അതിനൊക്കെ പണം വാങ്ങുന്നത്. 22 മൃതദേഹങ്ങൾക്ക് DNA പരിശോധന നടത്താൻ 24 ലക്ഷം രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ ചോദിച്ചത്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപലപനീയമാണ്. കോടതി ഇന്ന് ഇത് ചോദിച്ചിട്ടുണ്ട്. കോടതി തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് വളരെ തെറ്റാണെന്നും മാത്രമല്ല, ഇന്ന് അവരെ ജനങ്ങളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ ആവർത്തിച്ച് ഇവിടെ നടത്തിയ സേവനത്തിനുള്ള പ്രതിഫലം ആവശ്യപ്പെടുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന വയനാട്ടിലെ ജനങ്ങളുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിലപാട് അംഗീകരിക്കുന്നതാണ് ഇപ്പൊ കോടതി കൂടി സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ഗഗാറിൻ വാർത്തയിൽ പ്രതികരിച്ചതിന്. ദുരന്തമുഖത്ത് നിൽക്കുന്ന സംസ്ഥാനത്തെ സഹായിക്കാത്ത കേന്ദ്ര നിലപാടിന് രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു. 2017 പ്രളയകാലത്ത് എയർലിഫ്റ്റിങ്ങിനും ഹെലികോപ്റ്ററിനുമൊക്കെ ചെലവഴിച്ച പണം തിരിച്ചു ചോദിച്ചുകൊണ്ടുള്ള കേന്ദ്ര നിലപാടിൽ വലിയ വിമർശനം. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ധനസഹായം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ എന്തിന് 2017 സംഭവം ചൂണ്ടിക്കാട്ടി പണം തിരികെ ചോദിക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നു ഹൈക്കോടതി.